നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പുതിയൊരു താരത്തിനെക്കുറിച്ച് പറയുകയാണ്. താരത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പം ഒരുതരം ചിരിയാണോ, പുച്ഛമാണോ, സഹതാപമാണോ, എന്താണ് വരുന്നതെന്ന് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ആദ്യമേ ഒരു സഹതാപമായിരുന്നു, പിന്നെ ഒരു ഇഷ്ടം തോന്നി. ഇപ്പം വെറും പുച്ഛമാണ് അവരെക്കുറിച്ച് തോന്നുന്നത്. അപ്പം ഇതിനോടൊക്കെ ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ആരാണ്? മറ്റാരുമല്ല, രേണുസുതി. ആരാണ് ഈ രേണുസുതി? നമ്മുടെ അന്തരിച്ചു പോയ മിമിക്രി ആർട്ടിസ്റ്റായിട്ടുള്ള സുധിച്ചേട്ടൻ്റെ വൈഫാണ് രേണുസുതി. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷമാണ് രേണുസുതിയെ നമുക്കെല്ലാവർക്കും പരിചയമാവുന്നത്. അതായത് ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ വരികയും അവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ദയനീയതയും അവരവിടെ കരയും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡോ ഒരു സാഹചര്യമൊക്കെ കണ്ട് നമുക്കെല്ലാവർക്കും അവരോട് സിമ്പതി തോന്നുകയും ആൾക്കാർ ഫ്ലവേഴ്സ് TV ആണെങ്കിലും പിന്നെ സന്മനസ്സുള്ള ആൾക്കാർ അവരെ കൊണ്ടൊക്കെ നടക്കൊക്കെ സഹായിക്കുകയും ചെയ്ത് ദൈവം സഹായിച്ചിപ്പം അവർക്കിന്ന് കയറി കിടക്കാനായിട്ടൊരു വീടുണ്ട്. പിന്നെ വരുമാനമാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് അവർ അന്ന് പ്രോഗ്രാംസിനൊക്കെ ഇറങ്ങി. ആദ്യമൊക്കെ റീൽസും മറ്റ് സംഭവങ്ങൾ, ചെറിയ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ഇറങ്ങി. അപ്പോഴും ആൾക്കാർ അവരെ പിന്തുടരാതെ പിറകെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പല രീതിയിലുള്ള പുച്ഛവും അവഗണനയൊക്കെ അന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് തോന്നിയത് പാവം, അവർ ജീവിച്ചോട്ടെ, ചെറുപ്പമല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, പട്ടിണിയില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് ഇരക്കാൻ പോവാതെ അഭിമാനത്തോടെ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞപ്പം ഈ ഒരു രീതി ഈ ഒരു കരച്ചിലും സെൻറ്റിമെൻറ്റ്സൊക്കെ മാറിയിട്ട് അത് ഒത്തിരി കൂടെ ഒരു ആഡംബരത്തിലോട്ട് പോയി. അതും കുഴപ്പമില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. കൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, പോട്ടെ അങ്ങനെ പോയി അവർ ഒത്തിരി ഷോർട്ട് ഫിലിംസിലും അതൊക്കെ അഭിനയിച്ച് നമ്മളെല്ലാവരും മൊബൈൽസിലും അല്ലാണ്ടുമൊക്കെ പല വഴി മാർഗത്തിലൂടെ അത് കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം ആഡംബരമൊക്കെ ഉണ്ട്, എന്നാലും പൊയ്ക്കോട്ടെ എന്ന് നമുക്കൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ബിഗ് ബോസിൽ വന്നപ്പം ആദ്യമേ നമ്മളവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെയൊന്നും യാതൊരു വിധത്തിലും മത്സരിക്കാനായിട്ടുള്ളൊരു കഴിവോ ഒരു തൻ്റെ ഇടമോ ഒരു ബുദ്ധിയോ ഒന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ബിഗ് ബോസിൽ അവരുടെ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തികച്ചും ദയനീയമെന്നാണ് പറയാൻ പറ്റുന്നത്. ഒരു ടാസ്ക് പോലും നേരായ വിധത്തിൽ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈവൻ ഒരു കുക്കിങ്ങിന് പറഞ്ഞാൽ പോലും അത് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. ക്ലീനിങ് സ്വന്തമായിട്ടുള്ള കാര്യം തന്നെ ചെയ്യാൻ അവർക്കവിടെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ബിഗ് ബോസ് കാണുന്നതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും പ്രേക്ഷകരുടെ സപ്പോർട്ടും വോട്ടും ഒക്കെ ആയിട്ട് ഒരു ഏകദേശം ഒരു 35 ദിവസത്തോളം ഒരു ബിഗ് ബോസിൽ കണ്ടിന്യൂ ചെയ്ത് കുഴപ്പമില്ല. എന്നാലും വിഷമം തോന്നിയിട്ടുണ്ട്. അനീഷിൻ്റെതൊക്കെ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ആ ഒരു പെർഫോമൻസ്? അപ്പം അതൊക്കെ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ ആ സമയത്ത് രേണു ഉള്ള സമയത്ത് രേണുവിനെ കാണാനായിട്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ തുറച്ചിങ്ങനെ ഇരിക്കണം, രേണു നിൽപ്പുണ്ട് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. പോട്ടെ, അതൊക്കെ വിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാമേ. ബിഗ് ബോസിൻ്റെ ഷോ കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന മിക്ക താരങ്ങൾക്കും ഒരു ദുബായിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷോയോ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ഘാടനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് നമുക്ക് ഒട്ടുമിക്ക താരങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രേണുവിനും വന്നിട്ടുണ്ടായിരുന്നു. രേണു ദുബായിലോട്ട് പോകുന്നതൊക്കെ ഒരു പെറ്റിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ദുബായിലോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. കൊച്ചുങ്ങളിടുന്ന പെറ്റിക്കോട്ടുണ്ടല്ലോ നമ്മൾ, അതൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി ദുബായിലോട്ട് പോട്ടെ, കുഴപ്പമില്ല, അർദ്ധനഗ്നെയെങ്കിലും ആണല്ലോ, സാരമില്ല, പൊയ്ക്കോട്ടെ. ഞാനിപ്പം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. എന്നത് എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോഴേ പറയുന്നുണ്ട് നമ്മുടെ ഈ ഡിഗ്നിറ്റി കാണിക്കുന്നത് ഇപ്പോഴത്തെ അത് കഴിഞ്ഞ തൽക്കാലം കണ്ടന്റിന് ഇത്തിരി മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീല് കണ്ടതാണ്. തമിഴ് നടൻ സൂര്യയുടെയും ജ്യോതികയുടെയും മകൾ ദീ എന്ന് പറയുന്ന കുട്ടി, അതിസുന്ദരിയായിട്ടുള്ളൊരു കുട്ടി, വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് ഒരു ചുരിദാറും ധരിച്ചു പോകണം. എന്തൊരു സൗന്ദര്യമാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മലയാളത്തിലെ ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ മക്കളെയാണ് ഓർമ്മ വന്നത്. സ്വിംസ്യൂട്ടിലും പുറത്ത് ഇടാൻ പറ്റാത്ത വസ്ത്രങ്ങൾ, അകത്തിടുന്ന വസ്ത്രങ്ങൾ പുറത്തിട്ട് ശരീരം പ്രദർശിപ്പിച്ച് നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അവരും വിദ്യാഭ്യാസമുള്ളതാണ്, ന്യൂജൻ കുട്ടികളാണ് എന്ന് വിചാരിച്ചിട്ട് ശരീരഭാഗങ്ങൾ പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുള്ളൊരു ന്യൂജൻ ഫാഷൻ ഒന്നും വേണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകും. ജ്യോതികയും സൂര്യ എന്നൊക്കെ പറയുമ്പോൾ അറിയാവുന്നതാണ്, തമിഴകത്തെ സൂപ്പർ സ്റ്റാറുകളാണ് അവർ.
അപ്പം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, നമ്മളെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ രേണു ആണല്ലോ നമ്മളെ വിഷയം. അപ്പോൾ രേണു ദുബായിൽ പോയി. ദുബായിൽ ഒരു ബാറിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായ ഒരു ബാർ ഡാൻസൊക്കെ രേണു കളിച്ച്. അതും പോട്ടെ, ക്ഷമിക്കാം. എന്നാലും ഇത്രത്തോളം ഒന്നും തരം താഴുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടല്ലേ. ഇപ്പം നമ്മൾ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മഞ്ജു ചേച്ചി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ മഞ്ജു ചേച്ചി ചെയ്യൂ, ഇങ്ങനെയൊക്കെ മഞ്ജു ചേച്ചി അഭിനയിക്കൂ, ഇങ്ങനത്തെ വസ്ത്രമേ മഞ്ജു ചേച്ചി ധരിക്കൂ എന്ന് പറയുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പം മഞ്ജു വാര്യർ ഇപ്പം ഏതെങ്കിലും ഒരു തമിഴ് നടി അല്ലെങ്കിൽ ഞാൻ അവരുടെയൊക്കെ പേര് പറഞ്ഞ് അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. മഞ്ജു വാര്യർ ഏതെങ്കിലും ഒരു ഐറ്റം ഡാൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല, പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഉർവശി ചേച്ചി, ഇപ്പോഴത്തെ ഉർവശി ചേച്ചി പ്രായമുള്ളതല്ല, അവരെ ചെറുപ്പത്തിൽ ഉർവശി ചേച്ചി ഒരു ഐറ്റം ഡാൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഓരോരുത്തരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റോളുണ്ട്. ഇപ്പം നയൻതാര ഒരു വേഷം ഇട്ട് വരുന്നത് കണക്ക് ആ വേഷം മഞ്ജു ചേച്ചി ഇട്ട് വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നമ്മൾ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തരെ കുറിച്ചും അവരങ്ങനെയാണ്, അവരങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റണമെന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഈ അവരുടെ വസ്ത്രധാരണമൊക്കെ തികച്ചും വ്യക്തിപരം, അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം, മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. എന്നാലും ഈ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ഈ ഓർക്കാനം വരുന്ന രീതിയിലുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ടൊക്കെ പെർഫോമൻസ് ചെയ്യുക. എനിക്ക് പൈസ കിട്ടുമെങ്കിൽ എത്ര വൃത്തിയിട്ട വസ്ത്രവും ഞാൻ ധരിക്കും, എങ്ങനെ പെർഫോം ചെയ്യാനും ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ശരിയാണോ? എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാനിപ്പോൾ അവരെ പരിഹസിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തോന്നിക്കോട്ടെ. അല്ല, ഞാനിതേ കാര്യം പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ അങ്ങനെ എടുത്തു. പക്ഷേ ഞാനതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിപ്പോൾ ആരാണെങ്കിലും. സാമ്പത്തിക കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ദുബായിൽ പോയി ഈ അഴിഞ്ഞാട്ടമൊക്കെ കാണിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ദുബായിൽ പോയി ബാർ ഡാൻസ് കളിച്ചതും ഒരു പരിധി വരെ ഒരു മൈനസിൽ പോയി നിൽക്കട്ടെ. അതും അതിന് മൈനസിനും അപ്പുറം വല്ല ഡിഗ്രി ഉണ്ട്, അതിനും താഴെ അങ്ങ് പോയി. എന്ന് വെച്ചാൽ ബാർ ഡാൻസ് കളിച്ചതും പോരാഞ്ഞ് മദ്യപിക്കുന്നതിൻ്റെ ഒരു റീൽ കണക്കെടുത്തിട്ട് നമ്മുടെ ഉർവശി ചേച്ചി സ്ഫടികം മൂവിയിൽ ചെയ്ത ഒരു ഇതെടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊരു ഡാൻസ് എന്തുവായി കാണിച്ചു കൂട്ടുന്നത്. പുള്ളിക്കാരത്തേക്ക് വല്ല ബോധമുണ്ടോ എന്തോ. എനിക്ക് തോന്നുന്നു ആളിനിപ്പോൾ ഈ സ്ഥലകാല വിഭ്രം അങ്ങനെ എന്തൊരു സംഭവമുണ്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് മലയാളം അറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അതായത് എന്തുവാ പറയുന്ന ഈ മാനസിക വിഭ്രാന്തി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്തോ. അതുകൊണ്ടാണോ അത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, സുധിച്ചേട്ടൻ സന്തോഷിക്കും, സുധിച്ചേട്ടൻ അവിടെ ഇരുന്ന് ഇത് കണ്ടിട്ട് പുള്ളി അവിടെ കിടന്ന് എന്തുമായിരിക്കും, മോണിക്ക ഡാൻസ് കളിക്കുകയായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് എന്തോ ചെയ്യുമായിരിക്കും. അതവിടെ ഇരുന്ന് അങ്ങനെ ആത്മാവെന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടാവുമെങ്കിൽ ഒരിക്കലും അദ്ദേഹം സങ്കടപ്പെടുത്തുകയുള്ളൂ, ഒരിക്കലും സന്തോഷിക്കത്തില്ല. അയ്യോ എവൾ ഇത്രയ്ക്കും അതപ്പതിച്ചു പോയാൽ. രേണു എന്ന് പറയുന്നത് സുധിയുടെ വൈഫാണ്. അപ്പോൾ അവൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോഴെന്താണ് വേറെ ഏതെങ്കിലും ഒരു ആക്ട്രസ്സോ ആക്ടറോ വന്ന് അഭിനയിക്കുന്ന കണക്ക് രേണുവിന് വന്ന് തമിഴകത്തെ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ബോളിവുഡ് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ വേറെ എനിക്ക് കൂടുതൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല പോട്ട് ആരെങ്കിലും വന്ന് അഭിനയിക്കുന്ന കണക്ക് വസ്ത്രധാരണം നടത്തി രേണു വന്ന് പെർഫോം ചെയ്താൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ രേണു സുധി അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ സാമ്പത്തികം അല്ലെങ്കിൽ പൈസ കിട്ടുമെങ്കിൽ എന്ത് അലിമ്പും കാണിച്ചിട്ട് അത് നാട്ടുകാരുടെ മുമ്പിൽ വലിയ സംഭവമാണെന്നും പറഞ്ഞ് വീഡിയോ ഇടുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ ഒരിക്കലും അത് പറയത്തില്ല കേട്ടോ. അവർ അഭിനയിച്ചോട്ടെ, അവർ ഡാൻസ് ചെയ്തോട്ടെ, പാടിക്കോട്ടെ, എന്തോ കാണിച്ചോട്ടെ. പക്ഷേ എനിക്കത് കാണിക്കുന്നത് ഇപ്പം മറ്റുള്ളവർ കാണുമ്പോൾ അയ്യേ ഇതെന്തോന്ന് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നൊരു കാര്യം ചെയ്യാതിരുന്ന അല്പം നന്നായിരിക്കും അല്ലേ. ഇതെൻ്റെ അഭിപ്രായം, തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കാം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഡെമോക്രറ്റിക് കൺട്രിയാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാം എന്നൊക്കെ ഒരുപാട് അധികാരങ്ങൾ നമുക്കിങ്ങനെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അവകാശങ്ങളും അധികാരങ്ങളും. അത് ഈ അവകാശങ്ങൾ എനിക്ക് തോന്നുന്നു കൂടിപ്പോകുന്നതുകൊണ്ടാണ് മനുഷ്യന് ഇത്രയും അഹങ്കാരം ഉണ്ടാവുന്നത്. ഈ വസ്ത്രധാരണത്തിനൊക്കെ ഒരു ഇതുണ്ട്, ഒരു പരിധിയുണ്ട്. ഇപ്പം ഫിലിമിൽ അഭിനയിക്കുന്ന കണക്ക് പുറത്തിറങ്ങി നടക്കും. ഒരു ഫിലിമിൽ നമ്മളൊരു പാട്ട് രംഗത്ത് അഭിനയിക്കുന്ന ആ വസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കും. എന്നിട്ട് അവരെന്നെ അങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ആവശ്യമുണ്ട്. മാന്യമായ വസ്ത്രം ധരിക്കുക. അത്യാവശ്യം മറ്റുള്ളവർ കണ്ട അയ്യേ ഇതെന്തോന്ന് എന്ന് പറയുന്നത് അല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല.
ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളാരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.